നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്നലെ നടത്തിയ LGS നിലവാരത്തിലുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡിസ്കഷനാണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. കാവടി, ആയ, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എക്സെട്ര ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ എക്സാം നടന്നത്. LGS നിലവാരത്തിലുള്ള പരീക്ഷയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് നൽകിയത് ഇദ്ദേഹമാണ്, പക്ഷെ സ്ഥാപിച്ചത് ഇദ്ദേഹമല്ല. അപ്പൊ 3 ഉത്തരം. ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ: കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ എന്നിവയാണ്. ഇവയെല്ലാം ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. അരുണ ആസഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യ സെൻ. സൂര്യ സെൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ: മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. ശരി. മലബാർ സ്പെഷ്യൽ പോലീസ് എന്നൊരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. ശരിയാണ്. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. എല്ലാം ശരി. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇവിടെ തന്നിരിക്കുന്നത് കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിനെ കാലഗണന ക്രമം അനുസരിച്ച് ക്രമപ്പെടുത്തുമ്പോൾ ആദ്യം കുണ്ടറ വിളംബരമാണ്, രണ്ടാമത് മലയാളി മെമ്മോറിയൽ, മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമത് നിവർത്തന പ്രക്ഷോഭം. സി ആണ് ഉത്തരം. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകരും അവരുടെ സംഘടനകളുമാണ്. നവോത്ഥാന നായകർ തന്നിരിക്കുന്നത് അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠ സ്വാമികൾ. അവരുടെ സംഘടനകളുമായിട്ട് ചേരുംപടി ചേർക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘ സ്ഥാപകനാണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. എ ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി വേദാധികാര നിരൂപണമാണ്. ബാക്കി 3 ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം. SCRT ഫാക്ട് ആണ്. ഇത്രയും പറഞ്ഞത് എല്ലാം SCRT ഫാക്ട് ആയിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ: സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. ശരി. TK മാധവൻ നേതൃത്വം നൽകി. ശരി. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ശരി. 1, 2, 4 ശരി. AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റേതാണ്. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, 1, 2, 4 ശരി. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-നാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭേദഗതി 2002. 86-ാം ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A. ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഓം ബിർള.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. വി പി മേനോനെ കുറിച്ചുള്ള പ്രസ്താവന: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയായിരുന്നു ആര്? വി പി മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും ആര് തന്നെയാണ്? വി പി മേനോനാണ്. വി പി മേനോൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏതാണെന്ന് കണ്ടെത്തുക. ഗോവയാണ്. ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം. ഊന്നൽ നൽകിയ മേഖല സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം: ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിക്ക് പറയുന്ന പേരാണ് സേഫ് കേരള. സേഫ് കേരള. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നർമ്മദയും താപ്തിയുമാണ്. നർമ്മദയും താപ്തിയും. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആര്? ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേൽ. ഡോക്ടർ പി വീരമുത്തുവേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? നേർവാർച്ചയുള്ള മണ്ണാണ്. നേർവാർച്ചയുള്ള മണ്ണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതില് ഉത്തരം വരേണ്ടത് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗോവയായാലും മഹാരാഷ്ട്ര ആയാലും ഗുജറാത്ത് ആയാലും അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഉത്തരം വരേണ്ട ആന്ധ്രാപ്രദേശ് ആണ്. പക്ഷെ PSC നൽകിയ ഉത്തരമാണ് ഞാൻ പറയുന്നത്. മഹാരാഷ്ട്രയാണ് PSC നൽകിയത്. ഓപ്ഷൻ സി ആണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ് എന്നുള്ളത്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി SCRT ഫാക്ട് ആണ്. ഫെർട്ടിഗേഷൻ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത്: കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ പെരിയാറാണ്. ഭാരതപ്പുഴ എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ശരി. ഭാരതപ്പുഴ ആനമുലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരി. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യ വർഷം. പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിന്റെ പോഷക നദികൾ മുതിരപ്പുഴ, പെരിഞ്ചാങ്കുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ എല്ലാം പെരിയാറിന്റെ പോഷക നദികളാണ്. ഇവയെല്ലാം. ചേരുംപടി ചേർക്കുക. പട്ടിക 1 പട്ടിക 2 വന്യജീവി സങ്കേതവും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചേരുംപടി ചേർക്കാനാണ്. നെയ്യാർ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശെന്തുരുണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. നേരെ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം: 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക.
തെറ്റായ പ്രസ്താവന തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് തെറ്റ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് പോത്തുകലാണ്. പോത്തുകൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട്ട് കായൽ. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങളിൽ ഏതെന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന് കണ്ടെത്തുക. പള്ളിവാസലും ചെങ്കുളവും ആണ്. പള്ളിവാസൽ, ചെങ്കുളം. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ശരിയായവ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്നുള്ളത് മാത്രമാണ്. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? തമിഴ്നാട്ടിലാണ് ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. താഴെ എഴുതിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. സുന്ദർബൻ ഡെൽറ്റയാണ്. സുന്ദർബൻ എന്നത് ഡെൽറ്റ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? COP28 എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണം. 11. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര തിരൂർ ബേപ്പൂർ. തിരൂർ ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താ? കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. കോമൺവെൽത്ത് രാജ്യങ്ങൾ. ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്? ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ. നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എല്ലാം ഹരിതഗൃഹ വാതകങ്ങളാണ്. INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം ഏത്? അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ജീവകം D ആണ്. കണാരോഗമാണ് അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെല്ല്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. പറമ്പിക്കുളം. പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഇത് 3 ശരി. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് വൃക്കയും കരളും. അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ശരി, 4 തെറ്റ്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? നിപ്പയെ പറ്റി പറയുമ്പോഴത്തേക്കും ഓർക്കേണ്ട ജില്ല ഏത് തന്നെയാ? കോഴിക്കോടാണ്. കോഴിക്കോട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഉറുമ്പുപൊടിയാണ്. മിത്രകീടങ്ങൾ, വേപ്പിൻ കുരു സത്ത്, വെളുത്തുള്ളി മിശ്രിതം എല്ലാം പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളാണ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനിയിൽ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി SCERT കൊടുത്തിട്ടുണ്ട്. എയറോപോണിക്സ് ആണ്. എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? പ്രകീർണനമാണ്. പ്രകീർണനം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആറ്റത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇത് രണ്ടും ശരി. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലല്ല കാണപ്പെടുന്നത്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ആണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ പുറത്ത് ഷെല്ലുകളിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഓർബിറ്റുകളിലാണ് കാണപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രജൻ വാതകം ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ റിലീസ് ആവുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. എപ്പോഴും ചോദിക്കാറുണ്ട്. ഇരുമ്പിന്റെ അയിര് ഏത്? ഇവിടെ തന്നിരിക്കുന്നതിലെ ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ്. ബോക്സൈറ്റ് എന്നത് അലുമിനിയത്തിന്റെ അയിരാണ്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്താണ്?
ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? മഹേന്ദ്രഗിരി, ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാ? സ്പെയിൻ ആണ്. സ്പെയിൻ. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏത്? വിസർജന അവയവം അല്ലാത്തത് ഹൃദയമാണ്. വൃക്ക, ത്വക്ക്, ശ്വാസകോശം എന്നിവ വിസർജന അവയവങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ്. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ, ക്ഷയം ബാക്ടീരിയ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എംഫിസിമ. എംഫിസിമ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണെന്നും PSC ചോദിക്കാറുണ്ട്. ശ്വാസകോശത്തെയാണ് എംഫിസിമ ബാധിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? എൽസയാണ്. എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ്. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകമാണ് അമിനോ ആസിഡ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി SCRT കൊടുത്തിട്ടുണ്ടല്ലോ, ഫംഗസ് രോഗമാണ് ഏത്? അത്ലറ്റ്സ് ഫുട്ട്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രമേഹം ഉണ്ടാകുന്നത്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ആരോഗ്യകിരണം പദ്ധതി. ആരോഗ്യകിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് കക്കോടിയാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാ? പെരികാർഡിയമാണ്. ഹൃദയം, പെരികാർഡിയം. പ്ലൂറ, ശ്വാസകോശം. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG വാക്സിൻ ആണ് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. പാറോട്ടുകോണം, തിരുവനന്തപുരം. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം 8%. 18 ഡിവൈഡഡ് ബൈ 2 × 18 ഡിവൈഡ് ബൈ 6 - 5 എത്രയാണ്? 18 ആണ്. ഒരു ബസിന്റെ വേഗത 52 km/മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കുക. 312 കിലോമീറ്റർ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? 45. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ത്രികോണമാണ്. ത്രികോണം. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? 4 സൈഡ് ഉണ്ട്. ത്രികോണം 3 സൈഡഡ് ഫിഗർ ആണ്. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? ഒരു വശം 17 മീറ്റർ. മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ പ്രായം എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 10 വയസ്സാണ്. 10. 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 20 ആണ്. 20. 9:3 അങ്ങനെയെങ്കിൽ 64 എന്തായിരിക്കും? 8 ആണ്. ക്രമമായി പൂരിപ്പിക്കുക. 2, 5, 8 ഡാഷ്. ഇത് കഴിഞ്ഞ് വരുന്ന സംഖ്യ 11. 1/10 = 0.1 ആയാൽ 10/100ന്റെ ദശാംശ രൂപം എന്താണ്? 0.1 ആണ്. മാർക്കുകളുടെ ശരാശരി ഇവിടെ 52, 62, 32, 42, 22 ഇതിന്റെ ശരാശരി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. D ആണ് ഉത്തരം. 42. 1/2 + 3/4 - 1ന്റെ വില എത്രയാണ്? 1/4 ആണ്. 1/4. 15/P = 3 ആയാൽ P യുടെ വാല്യൂ എന്താ? 15/3 ആയിരിക്കും. എത്രയാ? 5 ആണ് ഉത്തരം. 5. അടുത്ത ചോദ്യം. ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേര് ഉണ്ട്? 12.
3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? 102 ആണ്. 102. 5 സ്ക്വയർ = 25 ആയാൽ 0.5 സ്ക്വയർ എത്ര? 0.5 സ്ക്വയർ 0.25. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 92 രൂപ. 92 രൂപ. പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. 1 × 3 2 സ്ക്വയർ മൈനസ് 1, 2 × 4 3 സ്ക്വയർ മൈനസ് 1, 3 × 5 4 സ്ക്വയർ മൈനസ് 1. അങ്ങനെയെങ്കിൽ 10 × 12 എന്ത് -1 ആയിരിക്കും? 11 സ്ക്വയർ മൈനസ് 1 ആണ്. 11 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര? 88. ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു ചോദ്യപേപ്പർ ആയിരുന്നു. കൂടുതലും അല്ല, ഒരു 80-85% SCERT ഫാക്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മാത്സും മെന്റൽ എബിലിറ്റിയും ഈസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എക്സാം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ട് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.